അത്യുന്നതനായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തില് നമ്മളുടെ പ്രഭാത ജാഗരണത്തിനായി എടുത്തിരിക്കുന്നത് പാറയായ യേശുവിന്മേൽ സ്വഭാവം പണിത് ഉറപ്പിക്കുക എന്നതാണ്. ആധാരവാക്യമായിട്ട് എടുത്തിരിക്കുന്നത് സങ്കീർത്തനം 73:1. ദൈവം ഇസ്രായേലിനും നിർമ്മല ഹൃദയമുള്ളവർക്കും തന്നെ നല്ലവനാകുന്നു നിശ്ചയം. ഇവിടെ സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം ആദ്യമായി തന്നെ പറയുകയാണ്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. കാരണം അദ്ദേഹം ആദ്യം പറയുന്നു, ദൈവമേ, എന്തുകൊണ്ട് എനിക്ക് ഈ കഷ്ടതകളെല്ലാം, എനിക്ക് വളരെ വേദന, ദുഃഖം, നെടുവീർപ്പ്, വളരെ പ്രയാസ പ്രതികൂലങ്ങളിലൂടെ ആണല്ലോ ഞാൻ കടന്നു പോകുന്നത്. ഞാൻ ദൈവഭക്തനാണ്, ഞാൻ നിർമ്മലനായി ജീവിക്കുന്നു, ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് പോകുന്ന ദൈവത്തിന്റെ പൈതലാകുന്നുവല്ലോ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ഇത്രത്തോളം വേദനകളും ദുഃഖങ്ങളും ഒക്കെ അങ്ങ് അനുവദിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നെ നോക്കുമ്പോൾ ദുഷ്ടന്മാർക്കൊന്നും യാതൊരു കുഴപ്പവുമില്ല. അവരാണെങ്കിൽ പുഷ്ടി കൊണ്ട് അവരുടെ കണ്ണ് തള്ളിയിരിക്കുന്നു. അവര് നല്ല ആഹാരമൊക്കെ കഴിച്ച് ശരീരം നല്ല പുഷ്ടിയുള്ള വണ്ണം വെച്ചിരിക്കുന്നു. അവർ ആകാശത്തോളം വായി തുറക്കുന്നു, വളരെ ഡംബത്തോടെ സംസാരിക്കുന്നു. അവർ ദിനം പറഞ്ഞ് സ്വസ്ഥത അനുഭവിച്ച് സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. യാതൊരു കുറവുമില്ലല്ലോ ദൈവമേ അവർക്കൊന്നും. എന്തുകൊണ്ട് ദൈവഭക്തനായ എനിക്ക് ഇത്രത്തോളം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം നെടുവീർപ്പിടുകയാണ്. ഇനി ഇതിന് ദൈവം എനിക്ക് ഒരു ആൻസർ തന്നേ മതിയാകൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവാലയത്തിലേക്ക് പോയി തിരുസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ പൊന്നു പൈതലെ, നീ എന്തിനാ ഇത്ര നെടുവീർപ്പിടുന്നത്? ഞാൻ നിന്റെ വലം കൈക്ക് പിടിച്ചിട്ടില്ലേ? നീ എന്റെ മഹത്വം കാണുമല്ലോ, പിന്നെന്തിനാ നീ ഇത്രയും പ്രയാസപ്പെടുന്നത്? ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ ഇപ്പോൾ ദുഷ്ടൻ വളരെ ആരോഗ്യവാനായിട്ടും അവൻ വളരെ സമൃദ്ധിയിലും ജീവിക്കുന്നതായിട്ട് നീ കാണുന്നു. പക്ഷെ നീ ചിന്തിച്ചോളുക, അവൻ വഴിവഴുപ്പിലാണ് നിൽക്കുന്നത്. ഏത് നിമിഷവും അവൻ വീണ് താളടിയായി പോകും. നീയോ എന്റെ കരങ്ങളിലാണ് ദൈവ പൈതലേ. ഞാൻ നിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. നിന്നെ എന്റെ മഹത്വം ഞാൻ കാണിക്കുകയും ചെയ്യും. പിന്നെ എന്തിനാണ് നീ ഇത്രയും പ്രയാസപ്പെടുന്നത്? ദൈവം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ദൈവം ഇസ്രായേലിനും നിർമ്മല ഹൃദയമുള്ളവർക്കും തന്നെ നല്ലവനാകുന്നു നിശ്ചയം എന്ന് പറഞ്ഞ് സങ്കീർത്തനക്കാരൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഇവിടെ. കാരണം അദ്ദേഹത്തിന് എന്തുകൊണ്ട് ദൈവത്തെ ഇത്രത്തോളം മഹത്വപ്പെടുത്താൻ കഴിയുന്നു? നമ്മളും പലപ്പോഴും ഇങ്ങനെ സംസാരിക്കാറില്ല ദൈവ പൈതലേ? പലപ്പോഴും എപ്പോഴും നമ്മൾ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തോട് കൂടെ ഇരിക്കുന്നു, നമ്മൾ ആരാധനകളൊന്നും മുടക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളും ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ പറയാറില്ലേ, ദൈവമേ, എന്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ പ്രശ്നം, എന്തുകൊണ്ട് എന്റെ ഭാര്യയ്ക്ക് രോഗം, എന്റെ ഭർത്താവിന് രോഗം, ഞങ്ങളുടെ കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങളാണല്ലോ എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും പറയാറില്ലേ? സ്വർഗത്തിലെ ദൈവം സങ്കീർത്തനക്കാരനോട് പറഞ്ഞതുപോലെ നിങ്ങളോടും പറയുകയാണ്, ദൈവകുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ട ദൈവകുഞ്ഞെ, നീ ഭയപ്പെടേണ്ട. അവരൊക്കെ വെറും ദുഷ്ടന്മാരെല്ലാം വെറും വഴിവഴുപ്പി നിൽക്കുക, ഏത് സമയവും തകർന്നു വീഴും. ഞാൻ എന്റെ ബലം കൈ കൊണ്ട് നിന്നെ ശക്തമായി പിടിച്ചിട്ടുണ്ട്. അതിനേക്കാൾ എല്ലാം ഉപരിയായി എന്റെ മഹത്വവും ഞാൻ നിന്നെ കാണിക്കും ദൈവകുഞ്ഞെ. പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ വ്യാകുലപ്പെടുന്നതെന്ന് ദൈവം നമ്മളോടും ചോദിക്കുകയാണ്. ചിലപ്പോഴും നമ്മുടെ അയൽപക്കത്ത് താമസിക്കുന്നവരൊക്കെ നമ്മളെ പോലെ ദൈവത്തെ ഒന്നും ആരാധിക്കാത്തവരാണെങ്കിലും അവരുടെ അനുഗ്രഹം കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിക്കും. എന്തുകൊണ്ട് ഒരു ദൈവ പൈതലിന് ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിച്ച് ഈ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ പോലും ദൈവത്തോട് ചേർന്ന് നടക്കാൻ കഴിയുന്നു? അത് അവൻ തന്റെ ദൃഷ്ടി കർത്താവിൽ മാത്രം ഉറപ്പിച്ചു പോകുന്ന ഒരു ദൈവ പൈതലായതുകൊണ്ടാണ് അവൻ അങ്ങനെ പോകാൻ കഴിയുന്നത്. അവൻ ധാർമ്മികമായി സത്യസന്ധനാണ്. കാരണം അവൻ ദൈവകൽപ്പനയെല്ലാം, അവൻ എത്ര പ്രതികൂലം വന്നാലും പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും ദൈവകൽപ്പനയെല്ലാം അനുസരിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു വ്യക്തിയാണ് അവൻ. അതിനേക്കാൾ ഉപരിയായി അവൻ ദൈവത്തെ തന്നെ അലാവോളം പരമാവധി അവൻ ദൈവത്തെ സ്നേഹിക്കുകയും താൻ പ്രിയപ്പെട്ടവരെയും തന്റെ അയൽക്കാരെയൊക്കെയും
സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദൈവ പൈതലിന് ഇങ്ങനെ ദൈവത്തെ മനസ്സുറപ്പിച്ച് പോകുവാനും ധാർമ്മികമായി സത്യസന്ധനായിരിക്കാനും അയൽക്കാരെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ സ്നേഹിക്കാനൊക്കെ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നു? അത് അദ്ദേഹത്തിൻ്റെയോ എന്റെയോ ആരുടെയും കഴിവ് കൊണ്ടല്ല, ദൈവത്തിന്റെ ദിവ്യ സഹായം കൊണ്ടാണ് ആ പ്രിയപ്പെട്ട ആ വ്യക്തിക്ക് ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുന്ന ദൈവപൈതങ്ങൾ ഏറ്റവും വലിയ ഒരു സ്വഭാവ ഗുണമാണ് അവര് ദൈവത്താലും മനുഷ്യരാലും അംഗീകരിക്കപ്പെട്ട വ്യക്തിയാകുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്താലും മനുഷ്യരാലും അംഗീകരിക്കപ്പെട്ട ദൈവ പൈതലാകുന്നു എങ്കിൽ ദൈവം നമ്മുടെ വലം കരത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിന്റെ മഹത്വം കാണാൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ദൈവ പൈതലായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും പാറയായ യേശുവിന്മേൽ നമ്മളുടെ സ്വഭാവം പണിത് ഉറപ്പിക്കാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം ഇസ്രയേലിന് നിർമ്മല ഹൃദയമുള്ളവർക്കും തന്നെ നല്ലവനാകുന്നു നിശ്ചയം. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ദൈവത്തിന്റെ മഹത്വം കാണുവാനും ദൈവത്തിന്റെ ബലമുള്ള കരത്തിലായിരിക്കാനും ദൈവം നമ്മളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അത്യുന്നതനായ അടിയങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു. ഇന്ന് എന്റെ ദൈവമാകുന്ന പാറയിൽ സ്വഭാവം ഉറപ്പിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ മനസ്സുറപ്പിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇപ്പോൾ അടിങ്ങൾ ജീവിക്കുന്ന ഈ ലോകം വളരെ ദുഷ്കരമായ ഒരു ലോകത്തിലാണ് പിതാവേ അടിങ്ങൾ ജീവിക്കുന്നത്. ലോക സമാധാനം നഷ്ടപ്പെട്ട് മനുഷ്യരൊക്കെയും രോഗത്തിലും പ്രശ്നങ്ങളിലും പ്രതികൂലങ്ങളിലൊക്കെയും കഴിയുമ്പോൾ അടിങ്ങൾക്ക് തിരുമുഖത്തേക്ക് ഉറപ്പോടെ നോക്കി അങ്ങേ ബലമായി പിടിച്ച് അങ്ങ് അടിങ്ങളെ പിടിച്ചിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങടിങ്ങളുടെ പാറയായിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അങ്ങ് ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ രക്ഷയെ ഓർത്തടിങ്ങൾ സ്തുതിക്കുന്നു. ഇന്ന് അങ്ങയുടെ തിരുസന്നതിയിലായിരിക്കുന്ന ഓരോ ദൈവ പൈതങ്ങളെയും അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, അവരുടെ പ്രിയപ്പെട്ടവരെ എല്ലാം അനുഗ്രഹിക്കണം. അവരുടെ രോഗങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, നെടുവീർപ്പുള്ള അവരനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും എന്റെ കർത്താവ് വിടുതലയക്കണം. ഇന്ന് എല്ലാ പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും മനോഹരമായ ഒരനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി അങ്ങയുടെ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവ് പ്രാർത്ഥന കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്തോത്രം. എല്ലാ ദൈവ കുഞ്ഞുങ്ങൾക്കും ഏറ്റവും മനോഹരമായ ഒരു ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.